നമസ്കാരം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. ഇടുക്കി പൂപ്പാറ പന്നിയാർ പുഴയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ. ഏറ്റെടുക്കുന്നത് 56 അനധികൃത നിർമ്മാണങ്ങൾ. വീടുകൾ ഒഴിപ്പിക്കില്ലെന്നും കടകൾ സീൽ ചെയ്യുമെന്നും സബ് കളക്ടർ. പൂപ്പാറ ടൗണിൽ നിരോധനാജ്ഞ. ബലമായി ഒഴിപ്പിച്ചാൽ നേരിടുമെന്ന് ഉടമകൾ. കൊച്ചി PF ഓഫീസിൽ വിഷം കഴിച്ചയാൾ മരിച്ചു. ജീവനൊടുക്കിയത് പേരാമ്പ്ര സ്വദേശി ശിവരാമൻ. മരണം സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ പ്രതിഷേധവുമായി കേരളം ഡൽഹിയിലേക്ക്. ജന്തർ മന്ദിറിൽ നാളെ നടക്കുന്ന സമരത്തിൽ അണിനിരക്കുന്നത് മുഖ്യമന്ത്രിയും മന്ത്രിമാരും. സമരം കേന്ദ്രത്തിന്റെ കണ്ണു തുറപ്പിക്കാനെന്ന് CPIM. കർണാടക സർക്കാരിന്റെ പ്രതിഷേധ ധർണ ഇന്ന് ജന്തർ മന്ദിറിൽ. വാഹന പരിശോധനയ്ക്ക് സ്മാർട്ട് ഫോൺ വാങ്ങാൻ ലക്ഷങ്ങൾ ചെലവഴിച്ച് ഗതാഗത വകുപ്പ്. 284 സ്മാർട്ട് ഫോണുകൾ വാങ്ങാൻ അനുവദിച്ചത് 71 ലക്ഷം. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഈ പോസ് മെഷീനുകൾ ഇന്നും ഉപയോഗശൂന്യം. യാത്രക്കാരെ പിഴിയാനുള്ള പുതിയ വഴി തേടി ലക്ഷങ്ങൾ പൊടിക്കുന്നുവെന്ന് ആക്ഷേപം. കോഴിക്കോട് ICU പീഡനക്കേസിൽ പ്രതികളെ സംരക്ഷിക്കുന്നുവെന്ന അതിജീവിത. നിരന്തരം പരാതി നടത്തിയിട്ടും നടപടിയില്ല. പ്രതി ആശുപത്രിയിൽ സ്വൈരവിഹാരം നടത്തുന്നു. മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പലിനെതിരെ പരാതി നൽകിയ അതിജീവിത. മുഖ്യമന്ത്രിയെ നേരിൽ കാണാൻ തീരുമാനം. ഗോഡ്സെയെ പ്രകീർത്തിച്ച് കോഴിക്കോട് NIT അധ്യാപികയ്ക്കെതിരെ പ്രതിഷേധം ആളിക്കത്തുന്നു. പ്രതിഷേധവുമായി യുവജന സംഘടനകൾ. അധ്യാപിക ഷൈജ ആണ്ടവന്റെ മൊഴി ഉടൻ രേഖപ്പെടുത്തും.